ഇതായിരുന്നു പാകിസ്ഥാൻകാരുടെ ഫുഡ് കഴിച്ചിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ്. മദീനത്ത് വന്നപ്പോഴാണ് ഒരു പാകിസ്ഥാനിയുടെ പീടി കയറിയത്. അവിടെ നിന്നാണ്ട് ചിക്കൻ കറിയും ചിക്കൻ ബിരിയാണിയും റൊട്ടിയും വാങ്ങി. എന്തായാലും നമ്മുടെ നാട്ടിലത്തെ പോലെ തൈരച്ചാറിന്റെ പരിപാടിയൊന്നും ഇല്ലതുകൊണ്ട് ഇവിടെ പിന്നെ കിട്ടിയ സീറ്റിലിരുന്ന് കണ്ട് നല്ല ചൂട് ബിരിയാണി ഒന്നും തുടങ്ങി. സംഭവം നമ്മുടെ നാട്ടിലത്തെ അല്ല, നല്ല കളർഫുൾ ബിരിയാണിയാണ്. സംഭവം കൊള്ളാം, പക്ഷെ എല്ലാവർക്കും പറ്റണമെന്നില്ല. എന്തായാലും നമ്മുടെ നാട്ടിലെ ബിരിയാണി വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല. പിന്നെ നമ്മളെ കുട്ടിക്കുരിപ്പിന് കുറച്ച് ബിരിയാണി കൊടുത്തിക്കണ്, ആക്കെന്തായാലും പറ്റിക്കണില്ല, അല്ലാക്കറിയാം. പിന്നെ ചിക്കൻ കറിക്ക് സംഭവത്തിൽ തീരെ പറ്റിയിട്ടില്ല. പിന്നെ റൊട്ടി വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് സൈഡാക്കി കഴിച്ചു പോന്നു പറഞ്ഞപ്പോഴാ ഇവിടെ ഒന്നും വെള്ളമില്ലാന്ന് കയ്യേക്കാന് ടിഷ്യൂ പേപ്പർ അഡ്ജസ്റ്റ് ചെയ്യണം. പോണടി എല്ലാ രാജ്യത്തെ പീടികൾ കണ്ടപ്പോഴാണ് അതിലടി കുനാഫന്റെ ഒരു വീഡിയോ. അവിടുന്ന് ഓരോ സിഗ്നേച്ചർ കുനാഫി വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത് സംഭവം കിടുവായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് മുന്നേ കടന്നപ്പോണ്ട് പെരും ക്യൂ. സംഭവം എന്താ അതൊന്നും നോക്കി. മദീന ഫ്രെയിമിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ക്യൂ കണ്ടപ്പോഴേക്കും മദീന ഫ്രെയിമിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള എന്റെ ആഗ്രഹം അപ്പൊ തന്നെ പോയി. പിന്നെ ഇവിടെ നമ്മളെ നടത്തുമല്ല ഓമനിന്റെ ഗ്ലാസ് വെർഷനൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു സൈഡിൽ തലല്ലാത്ത ഡബിൾ ഡെക്കർ ബസ്സും ഉണ്ട്. പക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് രാത്രി തന്നെ തിരിച്ചു വീട്ടിൽ പോകണോണ്ട് ഇതിൽ കയറാൻ പറ്റില്ല. പിന്നെ നമ്മളെ ഹറമിൽ കയറി നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു വീട്ടിലുള്ള സമയമാണ്. അങ്ങനെ പിന്നെ വണ്ടി നിർത്തിയെടുത്തെത്തിക്കാണ്ട് ആളെ കഴിഞ്ഞ ശേഷം നമ്മൾ മെഷീനിലിട്ട് പൈസ ഇടാൻ പോയി. ഈ മെഷീനിൽ നമ്മൾ കയറിയ സമയത്ത് കിട്ടിയ പേപ്പർ അടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ എത്ര സമയം ഇട്ട് അതിനുള്ള പൈസ അടിച്ചു കൊടുത്താൽ അതുപോലെ കാർഡായാലും ക്യാഷ് ആയാലും എങ്ങനെ പേയ്മെന്റ് ചെയ്യാം. പിന്നെ തിരിച്ച് ജിദ്ദിക്കുള്ള യാത്ര. അങ്ങനെ ജിദ്ദിക്കത്തിന് കുറച്ച് പിന്നെ നല്ലൊരു മന്തി സ്പോട്ട് ഉണ്ടപ്പോൾ അവിടെ രണ്ട് മദീന ബസ്സും അവിടെ നിർത്തിക്കണം. പിന്നെ പറയണ്ട പീടി നിറച്ച ആൾക്കാർ. അങ്ങനെ പിന്നെ എന്റെ ജീവിതത്തിൽ കഴിച്ചു വെച്ച് ഏറ്റവും വെറൈറ്റി ഒരു മന്തി കഴിച്ചു കണ്ട് തിരിച്ചു വണ്ടി കയറി. ബാക്കിയെന്ന സമയം ചിക്കോർമല്ല ഞാൻ ഒന്ന് കണ്ണടച്ച് നീച്ചപ്പോഴത്തേക്കും എന്റെ ഉള്ളിലെത്തിക്കണം. അപ്പൊ ശരി, സബ്സ്ക്രൈബ് ഫോളോ വെച്ചാൽ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.